നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിക്കേണ്ടായിരുന്നു എങ്ങനെ ബോംബെയിലത്തെ ഒരു ടാക്സി ഡ്രൈവേഴ്സും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ഒരു ഡെയിലി വേജസിലുള്ള ഓട്ടോ ഡ്രൈവേഴ്സൊക്കെ സമ്പാദിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള വെച്ചാൽ കൂടുതലും ചിറ്റ് ഫണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ആൾക്കാർ നോക്കുന്നതും, എന്നാൽ ഇപ്പോൾ ബോംബെയിലൊക്കെ ആളുകൾ മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോഴേ നോളജബിളാണ്, അവർ അതിൽ നിക്ഷേപിക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു കഥ ഞാൻ ഇപ്പോൾ അടുത്തൊരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ കിട്ടിയൊരു കഥയാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നമ്മുടെ ഓഡിയൻസിന് അത് കേട്ട് കഴിഞ്ഞാൽ ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്നുള്ളൊരു വിചാരത്തിലാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ ഇതിൽ സംഭവിക്കണമെന്ന് വെച്ചാൽ ബോംബെയിലൊക്കെ രണ്ട് ടൈപ്പ് ഓട്ടോ ഡ്രൈവേഴ്സ് ഉണ്ട്. ഒന്ന് കാക്കി ഡ്രസ് ഇട്ടുള്ള ഓട്ടോ ഡ്രൈവേഴ്സ്, അവർ ശരിക്കും പറഞ്ഞാൽ ഓട്ടോ ഓടിക്കുന്ന എംപ്ലോയീസാണ്. എന്നാൽ വൈറ്റ് കളർ ഇട്ടിട്ടുള്ള ഡ്രൈവേഴ്സ് ഉണ്ട്. ഈ വൈറ്റ് കളർ ഇട്ടിട്ടുള്ള എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എംപ്ലോയീസ് അല്ല, അവർ വൈറ്റ് കളറിട്ട ആളുകളെന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോ ഓണേഴ്സാണ്, അവർ വണ്ടി ഓടിക്കുകയും ചെയ്യണം. അപ്പോൾ ഒരു ആൾ ഇവരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ ഈ കാക്കി ഡ്രസ്സിൽ നിന്ന് വൈറ്റ് ഡ്രസ്സിലേക്ക് ആവാനായിട്ടൊരു മാർഗ്ഗമുണ്ട്, അതാണ് മ്യൂച്വൽ ഫണ്ട് SIP എന്ന് പറഞ്ഞാൽ. അങ്ങനെ അവർ മ്യൂച്വൽ ഫണ്ട് SIPയിൽ ജോയിൻ ചെയ്യുക. അങ്ങനെ ഒരു 2 വർഷം 3 വർഷം അങ്ങനെ ഒരു ടാർഗറ്റിൽ മന്ത്ലി അവർ ഒരു നിശ്ചിത തുക മ്യൂച്വൽ ഫണ്ടിലേക്ക് അടയ്ക്കുകയും അവരൊരു 2-3 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ചിലവർ അതിനേക്കാൾ മുന്നേ തന്നെ അവർ ഈ പറഞ്ഞ ഓട്ടോ സ്വന്തമായിട്ട് വാങ്ങുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തി. ലോണൊന്നും എടുക്കാതെ സമ്പാദിച്ച് മാസം ഒരു 1000 രൂപ അല്ലെങ്കിൽ 500 രൂപ അല്ലെങ്കിൽ ഒരു 2000 രൂപ അങ്ങനെ മാറ്റി വെച്ചിട്ട് ഈ മാർക്കറ്റിൽ നിക്ഷേപിക്കുകയും മാർക്കറ്റ് നന്നായിട്ട് മുകളിലേക്ക് നിൽക്കുന്ന ടൈമിൽ ആ തുക തിരിച്ച് എടുക്കുകയും അതിന് ഓട്ടോ സ്വന്തമായിട്ട് അവർ വാങ്ങുകയും ചെയ്തു. അതൊരു വളരെയധികം ഇൻസ്പിറേഷൻ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും എടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ മിക്ക ആളുകൾക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നം വെച്ചാൽ, മിക്ക ആളുകൾക്ക് ഒരു നാഷണലൈസ്ഡ് ബാങ്കിലൊന്നും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവില്ല. മിക്ക ആൾക്കാരും ബാങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനം നിക്ഷേപിക്കുന്ന ഒരു ശീലം ഉണ്ടാവില്ല. ഒട്ടുമിക്കവരും കോപ്പറേറ്റീവ് ബാങ്ക്സിലൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നതാണ്. അതിന് വേണ്ടി വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു സാധാരണ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ബാങ്കിൽ, ഇപ്പോൾ നാട്ടിലുള്ള ഫെഡറൽ ബാങ്ക്, സോഷ്യൽ ബാങ്ക് അങ്ങനത്തേക്കുള്ള ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങാം. എന്നിട്ട് ഒരു നല്ലൊരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറെ കണ്ടെത്തുക. എന്നിട്ടൊരു നല്ല ഫണ്ട്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തോന്നിയ ഫണ്ടിലൊന്നും കൊണ്ടിടരുത്, അറിയാവുന്ന നല്ല ഫണ്ട് കണ്ടെത്തി അതിൽ നിക്ഷേപിക്കുക. എന്നിട്ടൊരു നമുക്ക് ഒരു ഓട്ടോ വാങ്ങാനായിട്ട് എത്ര രൂപ ഉണ്ട്, ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വില അനുസരിച്ച് ഒരു 2-3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നല്ല ഓട്ടോ കിട്ടും. ഇനി അതല്ല സെക്കൻഡ് ഹാൻഡ് ഓട്ടോ ആണെങ്കിൽ അതനുസരിച്ച് അതിലും കുറയാൻ ചാൻസ് ഉണ്ട്. അത് കണക്കാക്കി അത്രയും രൂപ ഒരു 3 വർഷത്തിനുള്ളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിൽ നിക്ഷേപിച്ച് തുടങ്ങണമെങ്കിൽ ഈസി ആയിട്ട്, ഇൻ കേസ് നമ്മൾ ഓട്ടോ ഡ്രൈവറായിട്ട് തൊഴിലാളിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ മുതലാളിയാവാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇതൊരു ഐഡിയ മാത്രമാണ്. ഇനി ചിലപ്പോൾ നമുക്ക് ഓട്ടോ ഓടിക്കുന്ന ആളാവാം, ഇനി അതല്ല ഇപ്പോൾ എന്താ പറയുക യൂബറും ഓലയൊക്കെ ഓടിക്കുന്ന ഡ്രൈവറാവാം, ഇനി അതല്ല വേറെ ഏതെങ്കിലും ചെറിയ തൊഴിൽ ചെയ്തിരിക്കുന്ന ആളാവാം. ഒരു ക്യാപിറ്റൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏറ്റവും വലിയ കാര്യം വെച്ചാൽ, ഒന്നുമില്ലെങ്കിൽ നമുക്ക് ലോൺ എടുക്കാൻ പോവുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപ 2000 രൂപ മാസത്തെ വരുമാനത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനത്തെ മ്യൂച്വൽ ഫണ്ട് പോലത്തെ സ്കീമിലൊക്കെ നിക്ഷേപിക്കുക. അതിൽ നിന്ന് നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കി നമ്മൾ ആ ക്യാപിറ്റൽ ഉണ്ടാക്കി ആ ബിസിനസ്സോ എന്താണോ വെച്ചാൽ തുടങ്ങാം. ഇത് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ തരം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കുക, നമ്മുടെ കമൻറ്റിൽ ചോദിക്കുക. നമ്മൾ എത്രയും ഈസി ആയിട്ട് പറഞ്ഞുതരാൻ പറ്റും അത് ചെയ്തുതരാം. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.